വെൽക്കം ബാക്ക് ടു എറ്റ് സ്പേസ്. നമ്മളിന്ന് ക്ലാസ് 9 CBSEൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററായ വാട്ട് ഈസ് ഡെമോക്രസി, വൈ ഡെമോക്രസിയിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് ഡെമോക്രസി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മിനിമം ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡെമോക്രസീനെ അതർ ഫോംസ് ഓഫ് ഗവൺമെൻറ്റിൽ നിന്ന് ബെറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ കാരണം. അതർ ഫോംസ് ഓഫ് ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊണാർക്കി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഇതൊക്കെ അതർ ഫോംസ് ഓഫ് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡെമോക്രസി എന്തുകൊണ്ടാണ് നല്ലതായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ബെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് ഡയറക്റ്റ്ലി ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഡെമോക്രസീൻ്റെ വളരെ സിമ്പിളായിട്ട് ആരെങ്കിലും ചോദിക്കും എന്തുവാണ് ഈ ഡെമോക്രസി, നീ കുറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ എന്തുവാ ഡെമോക്രസി. അപ്പോൾ നമുക്ക് പറയാം, ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വെർ ദ റൂളേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പീപ്പിൾ, ആ ജനങ്ങളെ എലക്ട് ചെയ്ത് തൻ്റെ റൂളേഴ്സിനെ എലക്ട് ചെയ്യുന്ന ഒരു പരിപാടി, അതിനെയാണ് ആ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. പിന്നെ എബ്രഹാം ലിങ്കൺ ഇവിടെ ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രകാരം ആസ് പെർ എബ്രഹാം ലിങ്കൺ എന്താണ് ഡെമോക്രസി? ഡെമോക്രസി ഈസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇത് വളരെ വെൽ നോൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു ഒരു കോട്ടായിരിക്കും. ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു വേർഡ് ബൈ വേർഡ് ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെമോസ് എന്ന് വെച്ചാൽ പീപ്പിൾ, അതൊരു ഗ്രീക്ക് ഒറിജിനാണ്. ഡെമോസ് എന്ന് വെച്ചാൽ പീപ്പിൾ, ക്രാറ്റിയ എന്ന് പറയുന്നത് റൂൾ ബൈ ദ പീപ്പിൾ എന്നാണ് ഈ ഡെമോക്രസിയുടെ പേര്. ഡെമോക്രസിയുടെ അർത്ഥം, പേരെന്നല്ല, ഡെമോക്രസിയുടെ അർത്ഥം. അപ്പം കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ദർ ഇസ് നോ ഷോർട്ട് കട്ട്, വി മസ്റ്റ് തിങ്ക് ത്രൂ ദ മീനിങ് അവർ സെൽസ് ആൻഡ് ഇവോൾവ് എ ഡെഫിനിഷൻ ത്രൂ കെയർഫുൾ റീസണിങ്. ഒന്നും മനസ്സിലായില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളാണ്, നമ്മുടെ രാജ്യമാണ്. അപ്പം ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കണം. ഓക്കെ, നമ്മളാണ് അതിൽ, വി ആർ ദ പവർഫുൾ പീപ്പിൾ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന റൂളേഴ്സിനെ. ഓക്കെ, അപ്പോൾ അതാണ് ഡെമോക്രസി. പെട്ടെന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്തോ ഈ ഡെമോക്രസി, അപ്പോൾ പറയണം ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വെർ ദ റൂളേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ, പിന്നെ പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻ അത് ഇനഫ് അല്ലെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അത് ഇനഫ് അല്ലെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ട്? Because many government hold election but aren't truly democratic. കാരണം നോക്കുമ്പോൾ എന്താ, എല്ലായിടത്തും ഗവൺമെൻറ് ഉണ്ട്, എല്ലാവരും എലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെല്ലാം സത്യത്തിൽ ഡെമോക്രാറ്റിക് ആണോ? നമ്മൾ എലക്ട് ചെയ്യുന്ന ഗവൺമെൻറ് ആണ്, നമ്മൾക്ക് വേണ്ടിയല്ലേ നിൽക്കേണ്ടത്, അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ആണോ? Every government today wants to be called a democracy even when it isn't. We must carefully distinguish a real democracy. നമ്മളപ്പം എന്താ, നമ്മൾ അതിനെ വിചാരണ ചെയ്യണം. We must question things. നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് നമുക്കുള്ള ഡെമോക്രസി ആണോ, അല്ലെങ്കിൽ അത് ഒരു റിയൽ ഡെമോക്രസി ആണോ? ഡെമോക്രസി ആണെന്ന് എന്തെങ്കിലും ആർക്കും വേണമെങ്കിലും പറയാം, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, പക്ഷെ അതിൻ്റെ ഐഡിയൽസ് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണോ? ദാറ്റ് വാട്ട് എന്താണ് മാറ്റർ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പം നമ്മൾ ഈച്ച് വേർഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്കതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് അതിലൂടെ മനസ്സിലാകും. ഓക്കെ, നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടുത്തെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് MCQ കാറ്റഗറി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദിസ് സെപ്പറേറ്റ്സ് ഡെമോക്രസി ഫ്രം മിലിറ്ററി റൂൾ മ്യാൻമാർ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, മ്യാൻമാറിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള റൂളാണ്? മിലിറ്ററി റൂളാണോ, അതോ മൊണാർക്കിയാണോ, അതോ ഈ പറയുന്ന ഡെമോക്രസി ആണോ? അപ്പോൾ ഇതൊക്കെ ഒരു MCQ കാറ്റഗറി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മിലിറ്ററി റൂൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിക്റ്റേറ്റർഷിപ്സ് ഇൻ പിനോഷെ. അപ്പം ഇതും ഒരു എന്താണ് MCQ മോസ്റ്റ് പ്രൊമനൻ്റ് ആയിട്ട് കണ്ടുവരാറുള്ളത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ ഏത് ടൈപ്പ് ഓഫ് റൂളാണ്? മൊണാർക്കിയുടെ രാജഭരണമാണ് കേട്ടോ. അപ്പം അതാണ് അവിടെ നോക്കേണ്ട കുറച്ച് MCQ. ജസ്റ്റ് MCQ ആയിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് നിങ്ങളുടെ നോട്ട്സിലൊക്കെ കാണുമല്ലോ. അപ്പം ഡെമോക്രസിയുടെ ഡെഫിനിഷൻ അത് നമ്മൾ കവർ ചെയ്തു. എന്തുകൊണ്ടാണിത് നമുക്ക് ഇനഫ് അല്ല, ഇത് പോരാ എന്ന് പറയാൻ കാരണം, ഇത് മാത്രം കൊണ്ടൊന്നും ആവുന്നില്ല എന്ന് പറയാൻ കാരണം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മേജർ ഡിസിഷൻ ബൈ എലക്റ്റഡ് ലീഡേഴ്സ്, നമ്മൾ ഫസ്റ്റ് ഫീച്ചറിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ പാകിസ്ഥാനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ എടുക്കാം, അപ്പം കൂടുതൽ മനസ്സിലാവും.
ഓക്കെ, പാകിസ്ഥാനിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെ നമുക്കിതൊരു കഥ പോലെ അറിയാം, കഥ പോലെ പറഞ്ഞുതരാം. ജനറൽ പർവേസ് മുഷറഫ് എന്ന് പറയുന്ന ഒരു മിലിറ്ററിയുടെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരനാണ് മിലിറ്ററി കൂപ്പ് 1999 പാകിസ്ഥാനിലെ മിലിറ്ററി കൂപ്പിനെ ലീഡ് ചെയ്തത് ഇയാളാണ്. അപ്പം അന്ന് പാകിസ്ഥാനിൽ അവിടെ ഒരു ഇലക്റ്റഡ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ഇലക്റ്റഡ് ഗവൺമെന്റിനെ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പം ഹി ഹെൽഡ് എ റെഫറൻഡം. എന്താണ് ഈ റെഫറൻഡം? റെഫറൻഡം എന്ന് വെച്ചാൽ ഒരു ഇപ്പം ഞാനൊരു വലിയ കാര്യം പറയാം, ഒരു വലിയ ടോപ്പിക്ക്, അതിന് ഈ വോട്ടേഴ്സിന് ഒരു ഡയറക്റ്റ് ആയിട്ട് എസ് ഓർ നോ. ഇപ്പം ഞാനൊരു കാര്യം പറയാൻ ഓർത്തു, അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ പറയാം. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എസ് പറയാം, അല്ലെങ്കിൽ അത് നോ പറയാം. അപ്പം ഞാൻ അതിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പം എസ്സിനാണ് കൂടുതൽ വോട്ട് കിട്ടിയെങ്കിൽ ദാറ്റ് ബിക്കംസ് ദ ലോ. അങ്ങനെ ഒരു എസ് ഓർ നോ രീതിയിൽ കാര്യങ്ങളെ ലോ ആക്കുക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് തിങ് ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ വേണ്ട. അവിടെ റെഫറൻഡം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ വോട്ട് വേർ സിറ്റിസൺസ് എസ് ഓർ നോയിലൂടെ ഒരു സ്പെസിഫിക് റൂളിനെ അല്ലെങ്കിൽ ഒരു ലോയിനെ ഒരു ഐഡിയനെ റാദർ ദാൻ ഈ വോട്ടിംഗ് ചെയ്യത്തില്ലേ നമ്മൾ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ടില്ലേ വോട്ടിംഗ് രീതിയിൽ, അതല്ലാതെ എസ് ഓർ നോ രീതിയിൽ ആൾക്കാർക്ക് ഒരു സംഭവം കിട്ടും. അവരതിന് എസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എസ്സിനാണ് ഭൂരിപക്ഷം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ലോ ആവും എന്നുള്ള, ലോ അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ എസ് ഓർ നോ രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സംഭവം. അപ്പം അതിനാണ് റെഫറൻഡം എന്ന് പറയുന്നത്. ആൻഡ് ഇഷ്യൂഡ് എ ലീഗൽ ഫ്രെയിം വർക്ക് ഓർഡർ ഗീവിങ്. അപ്പം ഈ ഒരു പുള്ളിക്കാരൻ ഈ എലക്റ്റഡ് ഗവൺമെന്റിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഓർഡർ എന്ത് ചെയ്തു, അസംബിൾ ചെയ്തു. എന്നിട്ട് ആ ഒരു ഓർഡറിലൂടെ എന്ത് കിട്ടി, ഹി ഹിംസെൽഫ് പവർ ടു ഡിസ്മിസ് അസംബ്ലീസിനെയൊക്കെ, അന്നുണ്ടായിരുന്ന അസംബ്ലീസിനെയൊക്കെ ഡിസ്മിസ് ചെയ്യാനുള്ള പവർ ആർക്ക് കിട്ടി, ഈ പറയുന്ന ജനറൽ പർവേസ് മുഷറഫിന് കിട്ടി. എലക്ഷൻസ് വെയർ ഹെൽഡ്. എലക്ഷൻസ് ഒരു പേരിനല്ല, എലക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഫൈനൽ പവർ ആർക്ക് ആരിലായിരുന്നു ഉണ്ടായിരുന്നത്, അൺഇലക്റ്റഡ് മിലിറ്ററി ഓഫീസിലായിരുന്നു. അൺഇലക്റ്റഡ് മിലിറ്ററി, നമ്മളെ എലക്ട് ചെയ്യാത്ത മിലിറ്ററി ഓഫീസേഴ്സിന്റെ കയ്യിലായിരുന്നു ഫൈനലായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പവർ ഇരുന്നു, അല്ലാതെ നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരിലായിരുന്നില്ല. മനസ്സിലായി? ഇത് പാകിസ്ഥാന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് ഡെമോക്രസീന്റെ ഒരു ഫസ്റ്റ് ഫീച്ചർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫീച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻ മെനി ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ മൊണാർക്കിയിലൊക്കെ എലക്റ്റഡ് പാർലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും, ഫോർമലായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഡിക്റ്റേറ്റർഷിപ്പിലായാലും മൊണാർക്കിയിലായാലും എന്താണ് നമ്മൾ ഫീച്ചേഴ്സ് ആണ് കേട്ടോ, ഡെമോക്രസീൻ്റെ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മൾ പറയുന്നത്. ഇതിപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് നോക്കാം. നമുക്ക് ഡെമോക്രസീൻ്റെ ഫീച്ചർ താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻ മെനി ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ മൊണാർക്കിയിലൊക്കെ എലക്റ്റഡ് പാർലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ റിയൽ പവർ ആരുടെയിലായിരിക്കും, നമ്മൾ ചൂസ് ചെയ്യാത്ത ആൾക്കാരുടെയിലായിരിക്കും. മനസ്സിലായോ? ഇൻ സം കേസസ് റിയൽ പവർ റെസ്റ്റഡ് വിത്ത് എക്സ്റ്റേണൽ പവർ. ചില കേസിൽ നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പം ഈ എക്സ്റ്റേണൽ പവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും ബിസിനസ് രീതിയിലുള്ള ആൾക്കാരെ ആയിരിക്കാം, അങ്ങനെ പല ആൾക്ക് എക്സ്റ്റേണൽ പവേഴ്സിനെ ആയിരിക്കും, അല്ലാതെ നമ്മളായിട്ട് എലക്ട് ചെയ്യുന്ന ഒരാൾക്കാരെ അല്ല. അപ്പോൾ അതൊരിക്കലും പീപ്പിൾസ് റൂൾ ആയിട്ട്, ഇപ്പോൾ ഡെമോക്രസിയുടെ മീനിങ് തന്നെ ഇല്ലാതാവട്ടെ. ഡെമോക്രസി എന്ന് പറയുന്നത് റൂൾ ബൈ പീപ്പിൾ ആണ്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ റൂൾ ബൈ പീപ്പിൾ ആണ്. അങ്ങനെ ഒരു റൂൾ, അപ്പം നമ്മൾ ഏത് ആൾക്കാരല്ല അവിടെ അവർക്കല്ല പവർ, ബാക്കിയുള്ളവർക്ക്, നമ്മൾ എലക്ട് ചെയ്യാത്ത ഒരാൾക്കാരുടെ കയ്യിലാണ് ഈ പവർ. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതൊരിക്കലും പീപ്പിൾസ് റൂൾ ആവില്ല. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ഓഫ് ഡെമോക്രസി എന്താണ്? ഇൻ എ ഡെമോക്രസി ദ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് പവർ മസ്റ്റ് റെസ്റ്റ് വിത്ത് ദോസ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ആരെയാണോ നമ്മൾ എലക്ട് ചെയ്ത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വിട്ടത്, അവരുടെ വേണ്ടേ പവർ റെസിസ്റ്റ് ചെയ്യാൻ, പവർ ഉണ്ടാവാൻ. അല്ലാതെ നമ്മൾ എലക്ട് ചെയ്യാതെ ആർക്കും അങ്ങ് ഭരിക്കാം എന്നുള്ള രീതിയല്ലല്ലോ. ഇപ്പോൾ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും നമ്മൾ ആരെയാണോ എലക്ട് ചെയ്തത്, നമ്മൾ ആർക്കാണോ നമ്മളെ ഭരിക്കാൻ പവർ കൊടുത്തത്, അവരായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫീച്ചർ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫീച്ചറിലേക്ക് പോയാലോ. അപ്പം ഓരോ ഫീച്ചേഴ്സ് പറയുമ്പോൾ പ്രീവിയസ് പറഞ്ഞ ഫീച്ചർ എന്തുമായിരുന്നു എന്ന് റീകളക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് ഫീച്ചറിലേക്ക് പോവാം. സെക്കൻഡ് ഫീച്ചർ എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ടർ കോമ്പറ്റീഷൻ. ഓക്കെ, നമ്മൾ ഓരോ രാജ്യത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ചൈനയിൽ എന്താണ് നടക്കുന്നത്? എലക്ഷൻസ് ആർ ഹെൽഡ് എവറി 5 years. എവിടെ? ചൈനയിൽ. ബട്ട് കാൻഡിഡേറ്റ്സ് നീഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രൂവൽ. Only party members or allies can contest. The Communist Party always forms the government and no real choice for voters. എന്താണെന്നറിയോ സംഭവം?
എലക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോൾ നടക്കും. പക്ഷെ ഈ കാൻഡിഡേറ്റ്സ്, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ് ആവുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ജയിക്കുമല്ലോ, ആ ജയിക്കുന്ന ആൾക്കാർ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ, അവരെയാണ് കാൻഡിഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രൂവൽ വേണം. ഈ പാർട്ടിയാണ് അവിടുത്തെ തലവൻ. അപ്പം ഈ പാർട്ടിയുടെ അപ്രൂവൽ വേണം കാൻഡിഡേറ്റ്സിന് മത്സരിക്കാൻ. അപ്പം ഈ ഒരു ഒള്ളി പാർട്ടി മെമ്പറിനോ, ഈ ഒരു പാർട്ടിയുടെ മെമ്പറിനോ, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കൂടെ അതിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ ആര് അപ്രൂവ് ചെയ്യുള്ളൂ? ഈ പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അപ്പം അങ്ങനെ വരുമ്പോഴത്തെ എന്താവും? എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും അവിടെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പം വേറെ ആരും അവിടെ ജയിക്കാറില്ല. മനസ്സിലായോ? അപ്പോൾ നോ റിയൽ ചോയ്സ് ഫോർ വോട്ടേഴ്സ്. നോക്കുമ്പം എലക്ഷൻസ് നടക്കുന്നുണ്ട്, എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സംഭവം ഇതാണ് നടക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രൂവൽ ഇല്ലാതെ ഇവിടെ ആർക്കും കാൻഡിഡേറ്റ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ തന്നെയാണ് ഒരു ഗവൺമെൻറ് ആയിട്ട് ഫോം ചെയ്യുന്നതും അവർ തന്നെയാണ്. മനസ്സിലായോ? അതാണ് ചൈന. അപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഒന്ന് റിക്ലക്ട് ചെയ്ത് നോക്കി, എവിടുത്തെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞതെന്നും ആരെ എക്സാമ്പിൾ ആയിട്ടാണ് വെച്ചതെന്നും അതൊന്ന് ഓർത്ത് നോക്കണം. ഇനി മെക്സിക്കോ അണ്ടിൽ 2000 വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് കേട്ടോ. PRI party won every election since 1930. ഈ PRI പാർട്ടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെവല്യൂഷണറി പാർട്ടി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ ഫുൾ ഫോം. അല്ലെങ്കിൽ അവരുടെ ഒരു നേറ്റീവ് ലാംഗ്വേജിലത് പറയുകയാണെങ്കിൽ പാർട്ടിയുടോ റെവല്യൂഷണറിയോ ഇൻസ്റ്റിറ്റ്യൂഷണൽ, അത് അറിയാവുന്നവർക്ക് അത് ഈസി ആയിരിക്കും. പക്ഷേ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെവല്യൂഷണറി പാർട്ടി എന്നായിരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മെക്സിക്കോയിൽ എന്ത് സംഭവിച്ചു? ഈ PRI പാർട്ടി 1930 തൊട്ടുള്ള എല്ലാ ഇലക്ഷനും തുടർച്ചയായിട്ട് അവരാണ് വിൻ ചെയ്തത്. ഒപ്പോസിഷൻ പാർട്ടീസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു, അവിടെ ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഫേസ്ഡ് ഡേർട്ടി ട്രിക്സ്, ഗവൺമെൻറ് എംപ്ലോയീസ് ഫോഴ്സ് ടു അറ്റൻഡ് PRI മീറ്റിംഗ്സ്, ടീച്ചേഴ്സ് pressuring parents, media ignoring opponents, polling booths moved at the last minute and massive campaign spent. അതായത് നോക്കുമ്പോൾ ഒപ്പോസിഷൻ പാർട്ടി ഉണ്ട്, പക്ഷെ അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ എന്താണ്? ഭയങ്കര വൃത്തികെട്ട കളികളായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ, അതായിരുന്നു സംഭവം. അതായത് ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ PRIൻ്റെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരിക്കും അവർക്ക്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടു. ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ പേരൻസിനെയൊക്കെ പ്രഷറൈസ് ചെയ്യണം, നിങ്ങൾ ഈ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ കൊടുക്കാൻ തുടങ്ങി. മീഡിയ ഒക്കെ ഇല്ലേ, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ചുറ്റിനും എന്ത് ചെയ്താലും എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് മീഡിയാസ് ഉണ്ടല്ലേ, അപ്പോൾ അതൊരു വളരെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അവിടുത്തെ ഉള്ള മീഡിയ എന്ത് ചെയ്തു? ഈ ഒപ്പോണൻറ്റ് പാർട്ടി ഉണ്ടല്ലോ, അവരങ്ങനെ ഒരു ആളെ ഇല്ല, അവരെ ഇഗ്നോർ ചെയ്തു. ഈ ഒരു പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നു. അപ്പം ആൾക്കാർക്ക് എന്താണ്, ഒബ്വിയസ്ലി ഇവരാണ് അവിടുത്തെ നല്ലവരെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലേ ആൾക്കാർക്ക്. പിന്നെ പോളിംഗ് ബൂത്ത്സ് മൂഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വോട്ട് ചെയ്യാൻ നേരം വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് വോട്ടിങ് മീൻസ് പോളിംഗ് ബൂത്ത്. അപ്പം അതൊരു പ്രശ്നമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നീറ്റിൻ്റെ പ്രശ്നം നിങ്ങൾക്കറിയാം, നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നീറ്റ് സെൻറ്റേഴ്സൊക്കെ ലാസ്റ്റ് മിനിറ്റ് വേറെ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ കുട്ടികൾക്ക് അവിടെ എത്താൻ പറ്റാത്തിരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പോളിംഗ് ബൂത്ത്സൊക്കെ എന്ത് ചെയ്തു? ലാസ്റ്റ് മിനിറ്റ് വേറെ സ്ഥലത്തിലേക്ക് മാറ്റി. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. ആൻഡ് മാസീവ് ക്യാമ്പയിൻ സ്പെൻഡിങ്, അങ്ങനെ ഒരുപാട് സ്പെൻഡിങ്, അങ്ങനെ ഇതൊക്കെയായിരുന്നു മേജർ ഇഷ്യൂസ്. അപ്പം ഈ മെക്സിക്കോ പാർട്ടി എന്തുകൊണ്ടാണ് 1930 വരെ വിൻ ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ പോയിന്റ്സ് എഴുതാൻ പറ്റണം. എന്തൊക്കെയാണ്? ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാര്യം, ടീച്ചേഴ്സിൻ്റെ കാര്യം, മീഡിയേൻ്റെ കാര്യം, പോളിംഗ് ബൂത്ത്സിൻ്റെ കാര്യം, മാസീവായിട്ടുള്ള ക്യാമ്പയിനിങ്ങിൻ്റെ കാര്യം, ക്യാമ്പയിൻ സ്പെൻഡിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ഫീച്ചർ നമ്പർ 2 എന്താണ്? ഹോൾഡിംഗ് എലക്ഷൻ is not sufficient. Election hold ചെയ്ത് election എല്ലാ വർഷവും നടന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. A democracy must be based on free and fair election. Election എങ്ങനെയുള്ള election ആയിരിക്കണം? Free and fair election ആയിരിക്കണം. Where those in power have a free chance of losing. ആരൊക്കെ പവറിലുണ്ട്, ആരൊക്കെ കാൻഡിഡേറ്റ്, ഇപ്പം കുറേ പേര് നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ പാർട്ടീസ്
എന്താണ് ഈ കാൻഡിഡേറ്റ്സ് ആവുന്നുണ്ട്, അല്ലെ, മീൻസ് ഈ ഒരു ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അതിനകത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന ഒരു പാർട്ടി തന്നെ ജയിക്കും, അല്ലെ ഇന്ന ആൾക്കാർ തന്നെ അതായത് 100% നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു പാർട്ടി ജയിക്കും, അല്ലെ നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഒരു ഫെയർ ചാൻസ് ഓഫ് ലൂസിങ് ഉണ്ട്. ആര് വേണേലും അവിടെ തോക്കാം, എങ്ങനെ വേണേലും ഒരു ഭരണം മാറാം, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു രീതി വേണം ഇലക്ഷൻസിൽ. അല്ലാതെ ഒപ്പോസിഷൻ ഉണ്ട്, ഒരാൾ മാത്രം ജയിച്ചുകൊണ്ടിരുന്നാൽ അതൊരു ഇലക്ഷൻസ് ആവും, അതൊരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ ആവും? ഒരിക്കലും ഇല്ല. അപ്പം ആൻഡ് പീപ്പിൾ ക്യാൻ ആക്ച്വലി യൂസ് ദ ചോയ്സ് ടു റിമൂവ് റൂളേഴ്സ്. അപ്പം നമുക്ക് പീപ്പിളിനും അവിടെ എലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവണം, അങ്ങനെ ഒരു പവറിന്. അപ്പം ഒരു റൂളർ ഒരു തെറ്റ് ചെയ്യുവാണ്, അപ്പം നമുക്ക് അവരെ എന്താണ് മാറ്റാനുള്ള അധികാരം വേണം. കാരണം നമ്മളാണ് അവരെ എലക്ട് ചെയ്യുന്നത്, നമ്മുടെ റൂളാണ്, പീപ്പിൾസ് റൂളാണ് ഡെമോക്രസി. ഓക്കെ, അപ്പോൾ ഫീച്ചർ നമ്പർ 2 പറഞ്ഞു. ഇനി ഫീച്ചർ നമ്പർ 1ലേക്ക് പോകാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് ലാസ്റ്റ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അതൊക്കെ അതാണ് ഈ ഫീച്ചേഴ്സ് എപ്പോഴും നോക്കി പോകണമെന്ന് പറയുന്നത്. അപ്പം റീഡറും കൂടെ സൈഡ് വൈസ് വെച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഫീച്ചറിലേക്ക് പോകാം. മൂന്നാമത്തെയും നാലാമത്തെയും ഫീച്ചർ ഒരുമിച്ച് നമുക്ക് നോക്കാം. ഈക്വാലിറ്റി ആൻഡ് റൂൾ ഓഫ് ലോ. സോറി, തെറ്റിപ്പോയി, ഒന്നുകൂടെ വരയ്ക്കാം. നിങ്ങളപ്പോൾ റീഡർ ഒന്ന് നോക്കിക്കോ. Equality and rule of law. Okay, feature number 3ലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, 1 person 1 vote 1 value. ഒരാൾക്ക് ഒരു വോട്ട്, അതിനൊരു വാല്യൂ. അങ്ങനെയാണോ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്? അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുക. ഡെമോക്രസി റെസ്റ്റ് ഓൺ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഡെമോക്രസി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡെമോക്രസി. അവിടെ ഒരു ഇക്വാലിറ്റി വേണം, ഒരു സമത്വം വേണം. യെറ്റ് ഡിനൈൽ ഓഫ് ഈക്വൽ വോട്ടിംഗ്. എന്നാൽ അവിടെ എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റേറ്റ് ഉണ്ടോ? നമുക്കങ്ങനെ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് പോവാം. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് 2015 വരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതൊരു ഡെമോക്രസി ആവുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ഒരിക്കലും ഇല്ല. നമ്മൾ മുന്നേ പറഞ്ഞു സൗദി അറേബ്യയിൽ മൊണാർക്കിയാണെന്ന്. പിന്നെ എസ്റ്റോണിയയിൽ റഷ്യൻ മൈനോറിറ്റീസിന് വോട്ടിംഗ് റൈറ്റ് കിട്ടാനായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അതൊരു ഡെമോക്രസി ആണോ? അല്ല. പിന്നെ ഫിജിയിൽ ഇൻഡിജീനിയസ് ഫിജിയൻ വോട്ട്സ് ക്യാരി മോർ വാല്യൂ ദാൻ ഇന്ത്യൻ ഫിജിയൻ വോട്ട്സ്. അതായത് നേറ്റീവ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഫിജി എന്ന് പറയുന്ന സ്ഥലത്തിലെ നേറ്റീവ്സിൻ്റെ വോട്ടിനാണ് കൂടുതൽ വാല്യൂ. ഇപ്പം നമ്മൾ പറയുക ഇന്ത്യയിൽ വന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആട്ടോ, ജസ്റ്റ് ഒരു ഇമാജിനറി സിറ്റുവേഷൻ. ഇന്ത്യയിലേക്ക് വന്നു ആൻഡ് ഞാനൊരു ഇന്ത്യയിലെ വന്നു ചേർന്ന ഒരാളാണ്. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ഓർത്തോ. ഓക്കെ, ഞാൻ ചെയ്യുന്ന വോട്ടിനെക്കാട്ടിലും വാല്യൂ ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന വോട്ടിന്. മനസ്സിലായോ? അങ്ങനെ ഒരു വ്യത്യാസം. അപ്പം ഈ വോട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വാല്യൂ ആയിരിക്കണ്ടേ, ഇക്വാലിറ്റി വേണ്ടേ? അങ്ങനല്ല. ഞാൻ ചെയ്യുന്ന വോട്ടിന് വേറെ വാല്യൂ, നിങ്ങൾ ചെയ്യുന്ന വോട്ടിന് വേറെ വാല്യൂ. ഞാൻ ചെയ്യുന്ന വോട്ടിനേക്കാളും കൂടുതലാണ് നിങ്ങൾ ചെയ്യുന്ന വോട്ടിൻ്റെ വാല്യൂ. അപ്പം അങ്ങനെയുള്ളൊരു ഡെമോക്രസി, അങ്ങനൊരു സംഭവം ഡെമോക്രസി ആവുമോ? ഒരിക്കലും ഇല്ല. അപ്പം എക്സാമ്പിൾസ് നമുക്ക് ചോദിക്കും, എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ എന്തൊക്കെയാണ് 3 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ 3 ഇതിനെ നമ്മൾ ഒരിക്കലും ഒരു കംപ്ലീറ്റ് വോട്ടിങ്ങിന് ഒരു ഈക്വൽ വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഗീവ് 3 എക്സാമ്പിൾസ് ഓഫ് കൺട്രീസ്. അപ്പോൾ ചോദിച്ചാൽ എക്സാമ്പിൾ എഴുതുക. In a democracy, each adult citizen must have 1 vote and each vote must have 1 value. നമ്മളിപ്പോൾ പറയത്തില്ല ഈ വോട്ടർ ഐ ഡി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ പേരിൽ തന്നെ മറ്റൊരാൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം മരിച്ചുപോയൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സർവേകളൊക്കെ നടത്തുമല്ലോ, ഈ നമ്മൾ 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇത്ര വർഷങ്ങൾ കൂടുമ്പോൾ നമുക്ക് നാട്ടിൽ സർവേസ് ഒക്കെ നടത്തും. അതായത് മരിച്ചുപോയ ആൾക്കാർ, അല്ലെങ്കിൽ 18 ആയ ആൾക്കാർ, അതായത് വോട്ടിംഗ് റൈറ്റ് കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ വിദേശത്തോട്ടൊക്കെ പോയ ആൾക്കാർ. അപ്പോൾ ഇവരുടെയൊക്കെ പേരിൽ ചേഞ്ചസ് ഒക്കെ വരുത്തും. പേരിൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ ലിസ്റ്റ് കാണും അവർക്ക്. അപ്പം സോ ദാറ്റ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു വോട്ടിങ് നമുക്ക്
തടയാൻ പറ്റും. അപ്പം ഇപ്പം ഞാൻ വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വോട്ടായിരിക്കണം. എനിക്ക് ഞാൻ ചെയ്യുന്ന വോട്ടിന് ഒരു വാല്യൂ ആയിരിക്കണം. അപ്പം അതൊരു ഡെമോക്രസിയിലെ ഫീച്ചറാണ്. തേർഡ് ഫീച്ചർ, 1 person 1 vote 1 value. ഇനി ഫോർത്ത് ഫീച്ചറിലേക്ക് പോവാം. എന്താണ് ഫോർത്ത് ഫീച്ചർ? അപ്പം ഫസ്റ്റ് ഫീച്ചറും സെക്കൻഡ് ഫീച്ചറും പറന്നു പോകരുത്. ഓക്കെ, അതൊക്കെ ഇടയ്ക്കൊന്ന് വീഡിയോ പുറകിലോട്ടാക്കിയൊക്കെ ഒന്ന് നോക്കിക്കോണം. ബിക്കോസ് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നാലാമത്തെ ഫീച്ചർ എന്താണ്? റൂൾ ഓഫ് ലോ ആൻഡ് റെസ്പെക്ട് ഫോർ റൈറ്റ്. ലോയെ റെസ്പെക്ട് ചെയ്യുക, റൈറ്റിനെ റെസ്പെക്ട് ചെയ്യുക. അതും നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം, കൺട്രിയുടെ എക്സാമ്പിളിലേക്ക് പോകാം. സിംബാബ്വെ held regular elections under Robert Mugabe. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംബാബ്വേയുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. But opposition workers were harassed, protest banned, media controlled and court pressured. ഇതൊക്കെ പോയിന്റ് ആണ്. നമുക്ക് പോയിന്റ് എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള സംഭവം ഓക്കെയാണ്, പക്ഷെ നമ്മൾ തന്നെ എഴുതുവാണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് ഇല്ലാതെ നമുക്ക് മാർക്ക് തരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പലരും എഴുതുമ്പോൾ ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് 4-5 പേപ്പറൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ്, മാർക്കില്ലാത്തതിൻ്റെ കാര്യം എന്താണ്? പോയിന്റ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസം. ഓക്കെ, സിംബാബ്വെ ഹെൽഡ് റെഗുലർ ഇലക്ഷൻസ് ആരുടെ അണ്ടറിൽ? റോബർട്ട് മുഗാബെയുടെ അണ്ടറിൽ, സിംബാബ്വേയിൽ. അപ്പോൾ എന്ത് ചെയ്തു? ഒപ്പോസിഷൻ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ഒപ്പോസിഷനിലുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒപ്പോസിഷനിലുള്ള ആൾക്കാരെ ഹറാസ് ചെയ്തു, പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയാൽ അതിനെ ബാൻ ചെയ്തു. മീഡിയസിനൊക്കെ ഈ ഒരു കാര്യങ്ങൾ പുറത്ത് വിടുന്നതിന് കൺട്രോൾ ചെയ്തു. കോർട്ടിനെയൊക്കെ പ്രഷറൈസ് ചെയ്തു. പോപ്പുലർ അപ്രൂവൽ അലോൺ ഇസ് നോട്ട് ഇനഫ്, പോപ്പുലർ ഗവൺമെൻറ് ക്യാൻ ബി അൺഡെമോക്രാറ്റിക്. അപ്പം ഇതൊരു ഡെമോക്രസിയാണോ? അല്ല. അപ്പോൾ റൂൾ ഓഫ് ലോ ആൻഡ് റെസ്പെക്ട് ഓഫ് റൈറ്റിന് റെസ്പെക്ട് ഉണ്ടായിരിക്കണം, ലോയ്ക്ക് റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ഇപ്പം മുന്നേത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഭരിക്കുന്ന ഒരാൾ കറപ്റ്റഡ് ആണെന്ന് തോന്നിയാൽ അവരെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അപ്പം ആ ഒരു റൈറ്റിനെ സപ്രസ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഫീച്ചർ നമ്പർ 4 ആയി. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് റൂൾ വിത്തിൻ ലിമിറ്റ്സ് set by constitutional law and citizens' rights, including freedom of speech, association, independent judiciary. A democratic government rules within limit. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലോയും സിറ്റിസന്റെ റൈറ്റും ഈ ഒരു അണ്ടറിൽ ലിമിറ്റഡ് ആണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ബേസിക്കലി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈ ഒരു ഡെമോക്രസിയുടെ മീനിങ് ഞാൻ പറഞ്ഞില്ല, റൂൾ ബൈ പീപ്പിൾ. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൻ്റെ റൈറ്റിനും അതിനുള്ളിൽ ലിമിറ്റഡ് ആണ് ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. നമ്മളാണ് നമ്മളാണ് എലക്ട് ചെയ്തവരെ റൂളേഴ്സ് ആക്കുന്നത്. അപ്പം നമുക്കാണ് ഫൈനൽ പവർ. ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് വോട്ട് ചെയ്യുന്നത്, നമുക്കതിനുള്ള അധികാരമുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ എന്തും അങ്ങ് പറയാനല്ല, നേരായ കാര്യങ്ങൾ നേരായ രീതിയിൽ. ഓക്കെ, ഇൻക്ലൂഡിങ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നിങ്ങളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നീറ്റ് അതുപോലെയുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ കണ്ടവരാണ് അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് പ്രൊട്ടസ്റ്റ്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇതൊക്കെയാണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? ഫീച്ചർ 4. അപ്പോൾ ഫീച്ചർ നമ്പർ 3 ഇവിടെ ഉള്ളതുകൊണ്ട് അത് അങ്ങോട്ട് നോക്കി പറയരുത്. ഫീച്ചർ നമ്പർ 3, ഫീച്ചർ നമ്പർ 2, ഫീച്ചർ നമ്പർ 1 എന്താണ്? കാണാപ്പാഠം പഠിക്കണം. റീഡറിൽ ഇപ്പം ഞാൻ PPTയിൽ തന്നേക്കുന്ന പോയിന്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, പക്ഷേ ഫൈനലായിട്ട് എഴുതുമ്പോൾ റീഡറിനകത്തുനിന്ന് എഴുതുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് തെളിവ് കാണിക്കാൻ പറ്റും. ഒരു പോയിന്റിന് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആ ടീച്ചറെ ഇവിടെ ഇത് റീഡറിനകത്തുണ്ടല്ലോ എന്ന് നമുക്ക് കാണിക്കാം. അതിന് വേണ്ടിയിട്ടാണ് റീഡറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പം നമ്മുടെ 4 ഫീച്ചേഴ്സും എന്തായി? കംപ്ലീറ്റഡ് ആയി. 4 ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? മേജർ ഡിസിഷൻ ബൈ ഇലക്റ്റഡ് ലീഡർ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, 1 person 1 vote, റൂൾ ഓഫ് ലോ ആൻഡ് സിറ്റിസൻസ്. ഓക്കെ, ഇതൊക്കെ നോക്കണം. സ്റ്റാർട്ടിങ് ഫ്രം സിമ്പിൾ ഡെഫിനേഷൻ. ഡെമോക്രസി എന്താണ്? ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. ഇന്നിച്ച് റൂളേഴ്സ് എലക്ട് ചെയ്യുന്നത് ആര് എലക്ട് ചെയ്യുന്നു? നമ്മൾ എലക്ട് ചെയ്യുന്നു. വി വർക്ക് ടു ദ എക്സാമ്പിൾസ് ടു ഐഡന്റിഫൈ ഫോർ എസെൻഷ്യൽ ഫീച്ചേഴ്സ്. നമ്മൾ ചെയ്തില്ലേ? റൂളേഴ്സ് എന്തൊക്കെയാണ്? മറച്ചു പിടിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. റൂളേഴ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ടേക്ക്. നമ്മൾ
ആണ് മേജർ. അതായത് നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാർ വേണം മേജർ ഡിസിഷൻ, അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാർ വേണം നമ്മളെ ഭരിക്കാൻ. ഫൈനൽ പവർ എവിടെയായിരിക്കണം? അൺഇലക്റ്റഡ് ഒഫീഷ്യലിന്റെ കയ്യിലായിരിക്കണോ? അല്ല, നമ്മൾ എലക്ട് ചെയ്ത ഒഫീഷ്യൽസിന്റെ കയ്യിലായിരിക്കണം. പിന്നെ ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻസ് ഓഫർ എ റിയൽ ചോയ്സ് ആൻഡ് ഫെയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് വേണം. ആ വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വാല്യൂ, അതായത് ഒരാൾക്ക് വലിയ വാല്യൂ ഫിജിയിൽ ഉള്ള പോലെ ആയിരിക്കരുത്. ദ എക്സസൈസ് ഓഫ് ദിസ് ചോയ്സ് ലീഡ്സ് ടു എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. ഫൈനൽ ആരാണ് വലിയൊരു? കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് സിറ്റിസൺസ് റൈറ്റ്. നമ്മളാണ് എലക്ട് ചെയ്യുന്നത്, നമ്മളാണ് അവർക്ക് പവർ കൊടുക്കുന്നത് നമ്മളെ ഭരിക്കാൻ. സോ ഡെമോക്രസി എന്ന് പറയുന്നത് എപ്പോഴും പീപ്പിൾ റൂൾ ആയിരിക്കണം. ഓക്കെ, അതാണ് 4 ഫീച്ചറിന്റെ ഡെമോക്രസി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ഡോക് മേഡംസ് ക്ലാസ് എന്ന് പറഞ്ഞ് നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടില്ലേ? അവിടെ കുട്ടികൾ ഒരു ആക്ട്, ഒരു പ്ലെയർ, കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം കാണുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ റേസ്ഡ് കോമൺ ക്രിറ്റിസിസം, ആ ഒരു എക്സാമ്പിളിൽ പറയുന്ന പോലെ തന്നെ ഡെമോക്രസിക്ക് അങ്ങനെ ഡെമോക്രസിയാണ് ഏറ്റവും നല്ലത് എന്നില്ല. തമ്മിൽ കേമൻ തൊമ്മൻ എന്ന് പറയുന്ന രീതിയിൽ കൂട്ടത്തിൽ ബെസ്റ്റ് ആരാണ്? ഡെമോക്രസിയാണ്. ഡെമോക്രസിക്കും പോരായ്മകളുണ്ട്, ഡെമോക്രസിക്കും കുറേ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എല്ലാത്തിനും ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വശമുണ്ട്. പക്ഷെ കൂടുതൽ പോസിറ്റീവ് വശമുള്ള ആർക്കാണ്? ഡെമോക്രസിക്കാണ്. അത്രേ ഉള്ളൂ സംഭവം. ഡെമോക്രസി ഹാസ് നോട്ട് എൻഡഡ് പോവർട്ടി. ഡെമോക്രസി ഒരിക്കലും പോവർട്ടീനെ എൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡിന് കഴിവില്ലാത്തവരുണ്ട്. അപ്പൊ അതൊന്നും കംപ്ലീറ്റ്ലി ഡെമോക്രസി കൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാറുണ്ട്, കറപ്ഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഡിലേസ്, ഒരു ലോ ഒന്ന് പാസ്സാവണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളിലൂടെ അണ്ടർഗോ ചെയ്താലേ ഒരു സംഭവം പാസ്സാവത്ത്, അല്ലെങ്കിൽ അടിപിടി, അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. സം ആർഗ്യൂഡ് എ സ്ട്രോങ് അൺഇലക്റ്റഡ് ലീഡർ കുഡ് ഡു ബെറ്റർ. ചില ആ ഒരു ക്ലാസ്സിലെ ഡിസ്കഷൻ പ്രകാരം ചിലവർ പറഞ്ഞു ഇതിനേക്കാളും നന്നായിട്ട് അൺഇലക്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിന് പറ്റുമല്ലോ. ഇൻസ്റ്റെബിലിറ്റി, ലീഡേഴ്സ് കീപ് ചേഞ്ചിങ്. അത് 5 വർഷം കൂടുമ്പോൾ ഇത്ര വർഷം കൂടുമ്പോഴത്തേക്കിനും ലീഡേഴ്സ് മാറാറില്ലേ? വേറെ പാർട്ടി ആയിരിക്കില്ലേ റൂൾ ചെയ്യുന്നത്. അപ്പം പോളിസി ഡിസ്റപ്ഷൻ, അല്ലെങ്കിൽ പല നിയമങ്ങളായിരിക്കും പല ആൾക്കാർ വരുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ഡിലേസ് വരാറുണ്ട്. മെനി പീപ്പിൾസ് ലോസ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മൾ ഈ ഒരു പോയിന്റ് ഇപ്പം അക്ഷയ, ഇങ്ങനെ കുറേ റീൽസ് വരാറില്ലേ? അക്ഷയയിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന്. അപ്പം അതുമാതിരി ഡിലേ എന്ന് പറയുമ്പോൾ അക്ഷയ ഓർത്തോണം. എന്നുവെച്ചാൽ നമ്മൾക്ക് പെട്ടെന്നൊരു കാര്യം സാങ്ഷനായി കിട്ടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഡിലേസ്. കറപ്ഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് കറപ്ഷൻ നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഹൈപ്പോക്രസി ഉണ്ട്. ബാഡ് ഡിസിഷൻ, ചില സമയത്ത് ആൾക്കാരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താണെന്ന് ചിലപ്പം ഇലക്റ്റഡ് ലീഡേഴ്സിന് അറിയാതെ മേ നോട്ട് നോ ആൾക്കാരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താണെന്ന്. അപ്പം ഓർഡിനറി പീപ്പിൾ മേ നോട്ട് നോ വാട്ട് ഈസ് ഗുഡ് ഫോർ ദം. അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എന്താണ് നല്ലതെന്ന് അവർക്കറിയാനുള്ള എഡ്യൂക്കേഷൻ അവർക്കില്ല. അങ്ങനെയും പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഡെമോക്രസിയുടെ പോരായ്മകൾ തന്നെയാണ്. ഓക്കെ, ദീസ് ആർ റിയൽ കൺസേൺസ്. പക്ഷേ the real question is not whether democracy is ideal. ഡെമോക്രസി ഒരു നല്ലവനായ ഉണ്ണിയാണോ എന്നല്ല ഇവിടുത്തെ ചോദ്യം. ഇറ്റ് ഈസ് വെദർ ഡെമോക്രസി ഈസ് ബെറ്റർ ദാൻ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു അസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ രാജഭരണം, ഡിക്റ്റേറ്റർഷിപ്സിനെക്കാട്ടിലും ഒക്കെ നല്ലവനാണോ ഈ ഡെമോക്രസി എന്ന് മാത്രം നമ്മൾക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഡെമോക്രസി ഏറ്റവും ബെസ്റ്റ് അല്ല, എന്നുവെച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, പക്ഷെ ഡെമോക്രസിക്കും പോരായ്മകളുണ്ട്. ആ പോരായ്മകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പോരായ്മകളും ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡെമോക്രസിനെ കുറച്ച് കുറ്റം പറഞ്ഞില്ലേ, ഇനി നമുക്കതിനെ കുറച്ച് പുകഴ്ത്താം. ഇനിയും ആർഗ്യുമെന്റ്സ് ഫോർ ദ ഡെമോക്രസി. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്? ഫസ്റ്റ് ആർഗ്യുമെന്റ് എഴുതുന്നതൊക്കെ കാണുന്നുണ്ടോ? ഫസ്റ്റ് ആർഗ്യുമെന്റ് മോർ അക്കൗണ്ടബിൾ ഗവൺമെന്റ്. മോർ അക്കൗണ്ടബിൾ ഗവൺമെന്റ് എന്ന് വെച്ചാൽ അതിന് പറയുന്നത് ചൈനയിലെ 1958 to
1961 ഇടയ്ക്ക് ബാർ കാണുന്നത് 1958 to 1961 എന്നുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ 1958 to 1961 ചൈനയിൽ ഫാമൈൻ കിൽ നിയർലി 3 crore people. എന്താണ് മാം ഈ ഫാമൈൻ? ഫാമൈൻ എന്ന് വെച്ചാൽ ഒരു സിവിയർ ആയിട്ടുള്ള വിശപ്പിൻ്റെ, നമുക്ക് കഴിക്കാൻ പോലും ഭക്ഷണമില്ല, ഫുഡിന് ഷോർട്ടേജ്, അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു മാൽന്യൂട്രീഷൻ, ഹൈലി ഡെത്ത്, ഭയങ്കരമായിട്ടുള്ള ഡെത്ത് റേറ്റ്സ്, അങ്ങനെ ഒരു കണ്ടീഷനാണ് ഈ ഫാമൈൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഫാൻസി വേർഡ് അല്ല കേട്ടോ, ഫാമൈൻ എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, അപ്പം ചൈനയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അത് 3 crore ആൾക്കാരെ കൊന്നു. ഇന്ത്യയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈക്വലി പുവർ ആണ്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പം അങ്ങനെ ആയിട്ട് പോലും ചൈന എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ ഒന്നാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യ ഈവൻ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് കൂടി അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സച്ച് കൈൻഡ് ഓഫ് ഫാമൈൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് നോക്കിയാലും നമ്മുടെ ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസ് നമ്മുടെ കേരളത്തിൽ ഡെത്ത് റേറ്റ് വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കുറവായിരുന്നു? നമ്മുടെ ഹെൽത്ത് സിസ്റ്റം കാരണം തന്നെ. ഡെമോക്രസി ഫോഴ്സ്ഡ് ഇന്ത്യസ് ഗവൺമെന്റ് ടു റെസ്പോണ്ട് ടു ഫുഡ് സ്കേഴ്സിറ്റി. അപ്പം ഡെമോക്രസി ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ചൈനയിലെ പോലെ, അല്ലെങ്കിൽ ചൈനയിലെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലേ, നമ്മൾ മുന്നേ പഠിച്ച മാതിരി അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡെമോക്രസി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഗവൺമെന്റിനെതിരെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ് എന്തോരം പ്രഷറാണ് ഒരു ഗവൺമെന്റിനെതിരെ വന്നതെന്നല്ലേ. അത് കാരണം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരെ റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും തോളം ഒരു സംഭവം വരുമ്പോൾ ഡെമോക്രസി കാരണം നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗവൺമെന്റിനും അങ്ങനെ ഒരു ഫുഡ് സ്കേഴ്സിറ്റി ആകട്ടെ, അങ്ങനെ ഏതൊരു മേജർ പ്രശ്നം വന്നാലും അതിലുമായിട്ട് റെസ്പോണ്ട് ചെയ്തേ പറ്റൂ എന്നല്ലാതെ നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഡെമോക്രസിയിൽ. മനസ്സിലായോ? അപ്പം അതാണ് എന്ത് പോയിന്റ്. നോ ലാർജ് സ്കെയിൽ ഫാമിൻ ഹാസ് എവർ ഒക്കേർഡ് ഇൻ ആൻ ഇൻഡിപെൻഡന്റ് ഡെമോക്രാറ്റിക് കൺട്രി. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇതുവരെ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടില്ല. എന്ത് വന്നിട്ടില്ല? ഫാമൈൻ വന്നിട്ടില്ല. ഫാമൈൻ എന്താണ്? നടിയുടെ പേരൊന്നും അല്ല ഇതൊരു കണ്ടീഷനാണ്. വേറെ നമുക്ക് കഴിക്കാൻ ഫുഡില്ല, ഫുഡിന് ഭയങ്കര ഷോർട്ടേജ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ, അതിന് പോലും ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അതൊക്കെയാണ് ഈ ഫാമൈൻ എന്ന് വെച്ചാൽ കേട്ടോ. ഇനി ബെറ്റർ ക്വാളിറ്റി ഡിസിഷൻ. ഡെമോക്രാറ്റിക് ഡിസിഷൻ ഇൻവോൾവ് കൺസൾട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ അമംഗ് മെനി പീപ്പിൾ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡിസിഷൻ ഒന്ന് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും എസ്സോർണോയും എല്ലാം കേൾക്കണം. അപ്പോൾ ദിസ് ടേക്സ് ടൈം. ഇതൊരുപാട്, അതാ ഞാൻ പറഞ്ഞ, ഒരു ലോ ഒക്കെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. പക്ഷേ ഇറ്റ് റെഡ്യൂസസ് റാഷ് ഓർ ഇറസ്പോൺസിബിൾ ഡിസിഷൻ ബൈ catching പോസിബിൾ മിസ്റ്റേക്ക്. അതായത് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനും, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അതൊരു ബാഡ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ ഈ ഒരു ഡെമോക്രാറ്റിക് ഡിസിഷൻസ് സഹായിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ എല്ലാവർക്കും പല ഒപ്പീനിയൻ കാണും, എല്ലാവരും പല കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കും, അപ്പോൾ ഒരു ബെറ്റർ ക്വാളിറ്റി ഡിസിഷൻസ് വരും. പിന്നെ പീസ്ഫുൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഈവൻ ദോ നമുക്കങ്ങനെ കാണാൻ കുറവാണെങ്കിൽ കൂടെ പോയിന്റായിട്ട് പറയുമ്പോൾ പോയിന്റായിട്ട് പഠിക്കണം. ഇൻ ഡൈവേഴ്സ് സൊസൈറ്റി, ഡൈവേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടെ രാജ്യത്ത് അല്ലേ. ഒരുപാട് റിലീജിയൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ ഒരു ഡൈവേഴ്സ് കൺട്രി ആയിട്ട് കൂടെ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. In diverse societies, democracies provide the only peaceful solution to differences. അപ്പം അങ്ങനെ ഒരു ഡൈവേഴ്സ് സൊസൈറ്റി വരുമ്പോൾ അതിനകത്ത് പല പ്രശ്നങ്ങൾ വരും, പല രീതിയിലുള്ള പല പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് തന്നെ അതിന് ഒരു പീസ്ഫുൾ സൊല്യൂഷൻ വരുന്നു. No one is a parliament winner or loser. In India, democracy keeps the country together. No one is a permanent winner or loser. ഞാൻ പാർലമെന്റ് എന്നാണല്ലേ മുന്നേ പറഞ്ഞത്. ഓക്കെ, നോ വൺ ഇസ് എ പെർമനന്റ്. അതായത് ആരും എപ്പോഴും, അതായത് കുറേ വർഷത്തോളം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിക്കുന്നോളം അവർ തന്നെ ഭരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഡൈവേഴ്സ് കൺട്രി ആയിട്ട് കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലെന്നല്ല, ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഭയങ്കര കുറവാണ്. ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് കറക്ഷൻ. Democracy enhances citizens' dignity. The poorest has the same status as the richest. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ചോദിക്കും അങ്ങനെയല്ലല്ലോ ടീച്ചറെ,
ശരി, അങ്ങനെ അല്ലായിരിക്കാം, പക്ഷെ മാർക്ക് വേണ്ടേ, എഴുതിയല്ലേ പറ്റൂ ഇത്. പക്ഷെ എന്താണ്, ബാക്കിയുള്ള കൺട്രീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പീപ്പിൾ ആർ റൂളേഴ്സ്, നോട്ട് സബ്ജക്ട്സ്. ഓക്കെ. ഡെമോക്രസി എൻഹാൻസസ് സിറ്റിസൺ ഡിഗ്നിറ്റി. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെയുള്ള വിലയായിരിക്കട്ടെ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, അപ്പം നിങ്ങളുടെ മനസ്സിലാ ടീച്ചർ അങ്ങനെ അല്ലല്ലോ, നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ അല്ലല്ലോ കാണാൻ കഴിയുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പം നിങ്ങൾ ആലോചിക്കണം, പാവപ്പെട്ടവനും പണക്കാരനും വോട്ട് ചെയ്യുന്നത് ഒരേ രീതിയല്ലേ, എല്ലാവരും ക്യൂയിൽ നിന്നല്ലേ പോയി വോട്ട് ചെയ്യുന്നത്, അപ്പം അതൊരു സെയിം സ്റ്റാറ്റസ് അല്ലേ, ആ രീതിയിൽ ചിന്തിച്ച് നോക്കാം. ആൻഡ് ഡെമോക്രസി അലോസ് ഇറ്റ്സ് ഓൺ മിസ്റ്റേക്സ് ടു കറക്റ്റ് ഇറ്റ് ത്രൂ പബ്ലിക് ഡിസ്കഷൻ. ഇപ്പം നമ്മൾ കാണാം, ഇപ്പോൾ ഫ്ലവേഴ്സ് TV-യിലൊക്കെ ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ, ആൾക്കാർ വന്ന് പല കാര്യങ്ങളെ പറ്റിയാണ് പലതും പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് പബ്ലിക് ഡിസ്കഷൻസ്, ഇപ്പം മീഡിയാസിലായാലും ഒക്കെ ഡിബേറ്റ് ഇങ്ങനെ കാണുന്നില്ലേ. അപ്പോൾ ഡെമോക്രസിയുടെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡെമോക്രസി അലോസ് ഇറ്റ്സ് ഓൺ മിസ്റ്റേക്ക്. ഡെമോക്രസിയിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഡെമോക്രസി നല്ലൊരാളാണ്, ഡെമോക്രസിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡെമോക്രസി അത് തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് എന്താണ്, more accountable government, better quality decisions, peaceful conflict resolution, dignity and self correction. ഇതൊക്കെയാണ് ഡെമോക്രസിയുടെ നല്ല വശങ്ങൾ. ഡെമോക്രസിയുടെ ചീത്ത വശങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഒരു സൈഡിലേക്ക് പോകണം. ഐ തിങ്ക് 30-35 മിനിറ്റ്സിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത്, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഡെമോക്രസിയുടെ കുറച്ച് ബ്രോഡർ മീനിങ്സ് ആണ് ഇത്, കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. എക്സ്ട്രാ മീൻസ് നിങ്ങളുടെ റീഡറിനകത്തുള്ള കാര്യങ്ങൾ തന്നെ കേട്ടോ. ഡെമോക്രസി നമ്മൾ ഫാമിലീസ്, ക്ലാസ് റൂം, ഓർഗനൈസേഷൻ, എനി ഗ്രൂപ്പിൽ ഡെമോക്രസി, അതായത് ഡെമോക്രസി ഒരു കൺട്രിക്ക് മാത്രമായിട്ടൊന്നും അല്ല. ഡെമോക്രസി എന്ന് വെച്ചാൽ എല്ലാത്തിനും ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ കൺസൾട്ടേഷൻ ആൻഡ് ഈക്വൽ കൺസൾട്ട്. എല്ലാവർക്കും സമ്മതമായിരിക്കണം. ഒരു അപ്പം എക്സാമ്പിൾ, വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോഴും എന്താ ക്ലാസ് മോണിറ്റർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ലീഡർ, ടീച്ചറിൻ്റെ പെറ്റായിട്ടുള്ള ഫേവറേറ്റ് സ്റ്റുഡൻസിനെയൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ അതൊരു ഡെമോക്രസിയാണോ? അല്ല. നേരെ മറിച്ച് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മിസ്സേ ഇന്നൊരാൾ വോട്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്, നമ്മുടെ ക്ലാസ് ലീഡർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു ഡെമോക്രസിയാണ്. മനസ്സിലായോ? അതാണ് സംഭവം. ഒരു ഡെമോക്രാറ്റിക് ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഫാമിലിയിൽ ഒരു ഡിസിഷൻ വരിക. അപ്പോൾ എന്താണ്, അച്ഛൻ്റെയും അമ്മേൻ്റെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മേൻ്റെയും അനിയൻ്റെയും പെങ്ങളുടെ എല്ലാവരുടെയും എന്താണ് എസ് ഓർ നോ വെക്കണം, എല്ലാവർക്കും സമ്മതമാണോ? അതൊക്കെയാണ് ഒരു ഡെമോക്രാറ്റിക് ഫാമിലി. ഓക്കെ. പിന്നെ representative democracy. In modern democracies, people rule through elected representative. Direct rule is impractical for വലിയ ലാർജ് പോപ്പുലേഷൻസ് ഒക്കെയുള്ള കൺട്രീസിലാണെങ്കിൽ ഓരോരുത്തർക്കും വന്ന് റൂൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താണ്, ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു. ദ ഗ്രാമസഭ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മോർ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ദ വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് ആരാണ്? ഗ്രാമസഭയാണ്. MCQ ഇമ്പോർട്ടൻ്റ് ആട്ടോ, മാർക്ക് ചെയ്ത് വെച്ചോ. Democracy as an ideal. Democracy can also describe an ideal standard. എന്ന് വെച്ചാൽ ട്രൂ ഡെമോക്രസി എന്ന് നമുക്ക് എപ്പോൾ പറയാൻ പറ്റും? ആരും ഒരു രാത്രി പോലും വിശന്ന് കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സമയത്ത് നമുക്കതൊരു ട്രൂ ഡെമോക്രസി എന്ന് പറയാൻ കഴിയും. പക്ഷെ എന്താണ്, ഒരു കൺട്രിക്കും ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. ബട്ട് ദ ഐഡിയൽ ഹെൽപ്സ് us to judge exist. അപ്പം ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ നമുക്ക് ജഡ്ജ് ചെയ്ത് അതിൻ്റെ വീക്ക്നെസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ റോൾ എന്താണ്? നമ്മൾ വെറുതെ അങ്ങിരുന്നാൽ മതിയോ? നമുക്ക് എന്താണ് റോള്? ഡെമോക്രസീസ് ഫേറ്റ് ഡിപ്പെൻഡ്സ് നോട്ട് ജസ്റ്റ് ഓൺ ദ റൂളർ. റൂളേഴ്സ് മാത്രമല്ല, പക്ഷേ വാട്ട് ഓൺ സിറ്റിസൺസ് ടു. നമ്മളെന്താണ് ചെയ്യുന്നതിലും എന്താണ് അതിനൊരു നമുക്കും ഉണ്ട് അതിലൊരു മേജർ പാർട്ട്. ആക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ബൈ ഓൾ സിറ്റിസൺസ് ഈസ് വാട്ട് ഡിസ്റ്റിങ്യൂഷസ് ഡെമോക്രസി ഫ്രം മോണാർക്കി. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ പ്രൊട്ടസ്റ്റ്, എന്ത് വലിയ പാർട്ടിസിപ്പേഷനാണ് ഓരോ സ്ഥലത്തും നടന്നത്. ഇപ്പം നമ്മൾക്കിപ്പോൾ നീറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റ് പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഐഡിയൽ പാർട്ടിസിപ്പേഷൻ സിറ്റിസന്റെ സൈഡിൽ നിന്ന് വന്നാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഈ ഡെമോക്രസിയെ മൊണാർക്കിയിൽ നിന്നും ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാർട്ടി മാത്രം റൂൾ ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ പറ്റൂ. Every democracy must constantly strive to strengthen democratic decision making. എല്ലാ ഡെമോക്രസിയും എന്ത് ചെയ്യണം? തൻ്റെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ എന്ത് ചെയ്യണം? നല്ല സ്ട്രെങ്ത് ആക്കി അതൊരു പവർഫുൾ രീതിയിൽ ആക്കി വെക്കാൻ എല്ലാ ഡെമോക്രാറ്റിക് കൺട്രിയും ശ്രമിക്കണം. ശ്രമിക്കാത്തവരാണെങ്കിൽ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ മറക്കരുത്. റീഡർ നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.